റിഫോം UK പാർട്ടിക്ക് മേലുള്ള തന്റെ ഉടമസ്ഥാവകാശം കൈയൊഴിയുകയാണെന്ന് സ്ഥാപക നേതാവായ നൈജൽ ഫറാഗെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വാരാന്ത്യത്തിൽ പാർട്ടി സമ്മേളനം നടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ പ്രഖ്യാപനം. മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വിഭിന്നമായി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടായിരുന്നു റിഫോം UK പാർട്ടി സ്ഥാപിച്ചത്. ഇതിന്റെ ഭൂരിഭാഗം ഓഹരികളും നൈജൽ ഫറാഗെയുടെ കൈവശമാണുള്ളത്. 2019 യൂറോപ്യൻ തിരഞ്ഞെടുപ്പ് സമയത്ത് ബ്രെക്സിറ്റ് പാർട്ടിയുടെ രൂപീകരണം വേഗത്തിലാക്കുവാനായിരുന്നു ഈ രീതി അവലംബിച്ചത് എന്നാണ് ഫറാഗെ പറയുന്നത്. ബ്രെക്സിറ്റ് പാർട്ടിയാണ് പിന്നീട് റിഫോം UK പാർട്ടിയായി മാറിയത്. ഒപ്പം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയതിനാൽ പാർട്ടി മറ്റ് ദുഷ്ടശക്തികൾ കൈക്കലാക്കുന്നത് തടയുവാനായി എന്നും BBC റേഡിയോ കെന്റിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ക്ലാക്ടണിൽ നിന്നുള്ള MP കൂടിയായ ഫറാഗെ തന്നെ പാർട്ടി നേതാവായി തുടരും. എന്നാൽ പഴയതുപോലെ ഒരു സർവ്വാധികാരിയാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ മെച്ചപ്പെട്ടതും കഴിവുള്ളതുമായ സ്ഥാനാർത്ഥിയെ ലഭിച്ചില്ല എങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ താൻ തന്നെ നയിക്കുമെന്നും അദ്ദേഹം BBC സതാപ്ടണിനോട് പറഞ്ഞു. ആദ്യം MPമാരെ ലഭിച്ച് 2 മാസം കഴിയുമ്പോൾ ഫറാഗെയുടെ നേതൃത്വത്തിൽ പാർട്ടി അതിവേഗം മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ബർമിംഗ്ഹാം സമ്മേളനം അതീവ ശ്രദ്ധയോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. പുതിയ ഭരണഘടന നടപ്പിലാക്കുന്നത് ഉൾപ്പെടെയുള്ള നയരൂപീകരണ പ്രക്രിയയിൽ ആദ്യമായിട്ടാണ് പാർട്ടി അംഗങ്ങൾക്ക് വോട്ടിംഗ് അവകാശം ലഭിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 14% വോട്ടുകളാണ് പാർട്ടി നേടിയത്. ഫറാഗെ ഉൾപ്പെടെ 5 MPമാരുമായി പാർലമെന്റിലും അവർ സാന്നിധ്യം ഉറപ്പിച്ചിരുന്നു. ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പുതിയ ഭരണഘടനയനുസരിച്ച് പാർട്ടി അംഗങ്ങൾക്ക് ഫറാഗെയോ മറ്റേതൊരു നേതാവിനെയോ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കാൻ പാർട്ടിയിലെ അംഗങ്ങൾക്ക് കഴിയും. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിൽ 15,000 പേരുടെ വർധനവുണ്ടായതായി പാർട്ടി ചെയർമാനായ സിയ യൂസഫ് അവകാശപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈ വിഷൻ.